ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചനം ശ്രവിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഈ സമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സുഖം പ്രാപിക്കുന്നതിനുള്ള 3 പടികളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവിക രോഗശാന്തി എങ്ങനെ നമ്മൾ പ്രാപിക്കാം, അതിൻ്റെ കാരണം എന്താണ്, ഏതെല്ലാം രീതിയിൽ നമുക്ക് രോഗമുണ്ടാകുന്നു, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സുഖം പ്രാപിക്കുന്നതിനുള്ള 3 പടികൾ. യേശുക്രിസ്തു സൗഖ്യദായകനാണ്. അവൻ എപ്പോഴും നിനക്ക് സുഖത്തെയും ആരോഗ്യത്തെയും തരുവാൻ പ്രത്യാശയോടെ ഇരിക്കുന്ന ഒരു കർത്താവാണ്. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്നതാണ് അവൻ്റെ വാഗ്ദത്തം. നമ്മെ ഓരോരുത്തരെയും സുഖമാക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ ശരീരത്തിൽ താൻ അടിപ്പിണരുകൾ അവൻ ഏറ്റത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് യേശു കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു അരുളി ചെയ്യുന്ന ആ ദൈവിക സുഖത്തെ അനുഭവിക്കുന്നതിനുള്ള 3 പടികൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണ്. 1, അറിയുക. 2, പ്രാർത്ഥിക്കുക. 3, വിശ്വസിക്കുക. ഈ 3 പടികളെയും നീ നന്നായി അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് അരുളി ചെയ്യുന്ന ദൈവിക സൗഖ്യം, രോഗശാന്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. 1, അറിയുക. സുഖം പ്രാപിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് നീ അറിയണം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗി അവൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി. അങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവന് കൈനീട്ടി. അവനെ തൊട്ടിട്ട് പറഞ്ഞു, മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. മാർക്കോസ് 1:40 വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരിക്കലും നിന്റെ മനസ്സിൽ സംശയത്തിന് ഇടം കൊടുക്കരുത്. ദൈവം നമ്മുടെ തരുന്ന വ്യാധിയെ ദൈവം വ്യാധിയെ അനുവദിക്കുന്നു എന്നോ വ്യാധിയെ സഹിക്കുക തന്നെ വേണമെന്നോ അത് ദൈവത്തിന് ഇഷ്ടമാണെന്നോ ഒരിക്കലും നീ പറയരുത്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം നീ സുഖപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനെ നീ നല്ലവണ്ണം അറിഞ്ഞുകൊള്ളണം. ഞാൻ രോഗിയായി കിടക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ കിടക്കയിലായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ സുഖമുള്ളവളായിരിക്കണമെന്നാണ് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് നീ അറിഞ്ഞിരിക്കണം. ദൈവ സാദൃശ്യത്തിലാണ് ദൈവം താങ്കളെ സൃഷ്ടിച്ചത്. ദൈവത്തിന് ഒരു വ്യാധിയുമില്ല എന്നതും താങ്കൾ മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ച ദൈവം തൻ്റെ സാദൃശ്യത്തിലാണ് ഉണ്ടാക്കിയത്. ആ സാദൃശ്യത്തിൽ നമ്മെ ഉണ്ടാക്കുമ്പോൾ ദൈവത്തിന് യാതൊരു വ്യാധിയുമില്ല. അതും നമ്മൾ അറിഞ്ഞുകൊള്ളണം. ഏദൻ തോട്ടത്തിൽ രോഗമുണ്ടായിരുന്നില്ല. അവിടെ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. സ്വർഗത്തിലും രോഗമില്ല. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെങ്കിൽ നിനക്ക് രോഗമില്ലാതിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന്. ഇനി വരുന്ന 1000 വർഷം, ആ സഹസ്രാബ്ദ വാഴ്ച കാലത്ത് രോഗം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ പൈതലാകുമ്പോൾ തീർച്ചയായും ഒരു വ്യാധിയും നിന്നിൽ ഇരിക്കുകയില്ല. നീ ആരോഗ്യത്തോടിരിക്കും എന്ന് നീ അറിയണം. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടവളാണ്. നാം കർത്താവിൽ നിലനിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹം, നമ്മുടെ ദേഹം, ആത്മാവ്, ഈ 3നെയും കർത്താവ് സംരക്ഷിക്കും. നാം കർത്താവിൽ നിലനിൽക്കുമ്പോൾ മാത്രം. 91-ാം സങ്കീർത്തനത്തെ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ പറയുന്നത്, തൻ്റെ തുവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും.
എന്നാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. 91 സങ്കീർത്തനം 4 മുതൽ 10 വരെയുള്ള വാക്യം ആവർത്തിച്ച് വായിച്ചു നോക്ക്. ഈ സങ്കീർത്തനത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ കൈ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വചനത്തെ നമ്മുടെ സ്വന്തമാക്കിക്കൊള്ളണം. നീ സുഖമായും ശുഭമായും ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ വാഞ്ചയും അത് തന്നെയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുകയാണ്, 3 യോഹന്നാൻ 1:2 വാക്യത്തിൽ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പ്രാർത്ഥിച്ചത് നാം ശുഭമായും സുഖമായും ഇരിക്കണമെന്നാണ്. അതെ, നീ സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഞാനത് ആഗ്രഹിക്കുന്നു. ദൈവമക്കളും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നീ അറിയണം. നിന്റെ ബലഹീനതകൾക്കായും രോഗങ്ങൾക്കായും നേരത്തെ തന്നെ യേശു ക്രിസ്തു ക്രൂശിൽ എല്ലാം സഹിച്ചു തീർത്തു. നീ വെറുതെ രോഗത്തോടു കൂടി ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ വ്യാധികളും നമ്മുടെ രോഗങ്ങളും കുരിശിൽ വച്ച് ചുമന്ന് തീർത്തതിനാലാണ് അവൻ്റെ ശരീരത്തിൽ അടിപ്പിണരുകൾ ഏർപ്പെട്ടത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് യെശയ്യാവ് 53:7 വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസും കൃത്യമായി എഴുതിയിരിക്കുകയാണ്. 1 പത്രോസ് 2:24 വാക്യത്തിൽ. ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകൾ നിന്നെ സുഖമാക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നീ തീർച്ചയായും വിശ്വസിക്കുകയാണെങ്കിൽ നിശ്ചയമായും നീ സുഖം പ്രാപിക്കുമെന്നുള്ളത് നീ അറിഞ്ഞുകൊള്ളണം. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിക്കണമെന്ന് അപേക്ഷിച്ചവരെല്ലാവരും സുഖം പ്രാപിച്ചു. ഒരാൾ പോലും സുഖം പ്രാപിക്കാതെ പോയിട്ടില്ല എന്ന് നീ അറിയണം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കാമില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് യേശു കർത്താവ്. മാത്രമല്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. യേശുവിനെ കൈനീട്ടി തൊട്ടവരും യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടവരും പരിപൂർണ സുഖം പ്രാപിച്ചു. അതുപോലെ നീയും സുഖം പ്രാപിച്ചു എന്നുള്ളത് തീർച്ചയാണ്. ഇതിനെ നീ നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങൾ അത് സ്ഥിരമായതാണ്. കള്ളം പറയുവാൻ അവൻ മനുഷ്യനല്ല, മനസ്സു മാറ്റുവാൻ മനുഷ്യപുത്രനുമല്ല എന്ന് നീ അറിയണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ക്രിസ്തു യേശുവിൽ അതേ എന്നും ആമേൻ എന്നും ഇരിക്കുന്നു. അവൻ്റെ വാഗ്ദത്തങ്ങളെ നാം ബലമായിട്ട് പിടിച്ചോളണം. പുറപ്പാട് പുസ്തകം 23:25 വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 15:26 വാക്യത്തിൽ, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധികളിൽ നിന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് 23:25 വാക്യത്തിൽ, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്നു. മത്തായി 8:17 നാം വായിക്കുമ്പോൾ, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 107 സങ്കീർത്തനം 20 വാക്യത്തിൽ, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. മലാക്കി 4:2, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, ഈ മഹത്വമേറിയ വാഗ്ദത്തങ്ങളെ എല്ലാം നിനക്ക് വേണ്ടിയാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നീ തെളിവോടുകൂടി അറിഞ്ഞിരിക്കണം. നീ അത് വിശ്വാസത്തോടു കൂടെ പ്രയോഗത്തിൽ നിന്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. യേശുക്രിസ്തു സൗഖ്യം കൊടുക്കുന്ന മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാർക്ക് സൗഖ്യം കൊടുക്കുന്ന വരത്തെയും അധികാരത്തെയും കർത്താവ് കൊടുത്തിരിക്കുന്നു എന്നും നീ അറിയണം. യേശു മാത്രമല്ല സൗഖ്യമാക്കിയത്, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ആ അധികാരം കൂടെ കൊടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ, സുവിശേഷകന്മാർ വരുമ്പോൾ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നീ മറന്നു പോകരുത്. യാക്കോബ് 5:16 പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബ് 5:15 നാം വായിക്കുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. രണ്ടാമത്, പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുക. നിന്റെ രോഗം സുഖമാകണമെങ്കിൽ നീ കർത്താവിനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നീ കർത്താവിൻ്റെ പൈതൽ ആയതിനാൽ കർത്താവിനോട് അപേക്ഷിക്കുന്നതിനുള്ള അവകാശം നിനക്കുണ്ട് എന്ന് നീ ഒരിക്കലും മറന്നു പോകരുത്. ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുന്നത് പ്രാർത്ഥനയാണ്. ഒരു പിതാവിനോട് തൻ്റെ മകൻ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും വിശ്വാസത്തോടും കൂടെ ചോദിക്കുന്നത് പോലെ കർത്താവിനോട് നാം എല്ലാം ചോദിക്കണം. വേദപുസ്തകം പറയുന്നു 103-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രാർത്ഥനയെ കേട്ട് ദൈവം എപ്രകാരം സുഖപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഹിസ്കിയാവ് എന്നു പേരുള്ള ഒരു ഇസ്രയേലിൻ്റെ രാജാവ്. അയാളൊരു ഇസ്രയേലിൻ്റെ രാജാവാണ്. താൻ രോഗം പിടിച്ചു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യങ്ങൾ നീ ക്രമപ്പെടുത്തുക, കാരണം നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. സൗഖ്യമാകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. നീ മരിച്ചു പോകും, നീ കുടുംബകാര്യങ്ങൾ ക്രമീകരിച്ചോ, നീ മരിച്ചു പോകാൻ പോവുക, നീ സൗഖ്യമാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കണമേ എന്ന് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അവൻ ചെയ്ത പ്രവൃത്തികൾ, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു, ഈ കാര്യം നീ ഓർക്കണം, എനിക്കിപ്പോൾ മരിക്കാൻ മനസ്സില്ല. അതായത് അവൻ പറഞ്ഞങ്ങോട്ട് കരയാൻ തുടങ്ങി ദൈവസന്നിധിയിൽ. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ ഉണ്ടായതെന്തെന്നാൽ, നീ തിരിച്ചു ചെന്ന് ഹിസ്കിയാവിനോട് പറയണത്, നിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടാൻ പോവുകയാണ്. കഴിഞ്ഞൊരു ദിവസം ഒരാളെന്നോട് പറഞ്ഞു, ദൈവം കള്ളം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഹിസ്കിയാവിനോട് ആദ്യം പറഞ്ഞു നീ മരിക്കുമെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ വാക്യം ശ്രദ്ധിക്കണം. അവൻ മരിക്കും, നിന്റെ കുടുംബകാര്യം ക്രമീകരിച്ചുകൊള്ളുക, നീ മരിക്കാൻ പോവുക, നീ സുഖമാകുകയില്ല. പക്ഷേ അവൻ പറഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇവൻ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവത്തോട് ഹൃദയം പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. പുറത്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയ ആ പ്രവാചകനോട് പറഞ്ഞു, തിരിച്ചുപോയി പറ, നീ മരിക്കയില്ല, നിന്റെ ആയുസിൻ്റെ കൂടെ 15 വർഷം കൂടെ നീട്ടി തന്നിരിക്കും. ദൈവം അരുളി ചെയ്തതുപോലെ ഹിസ്കിയാവിൻ്റെ രോഗം മാറി, അവൻ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ആയുസ് നാളുകൾ കൂടി 15 വർഷം ദൈവം അവന് കൂട്ടിക്കൊടുത്തു. അവൻ ആരോഗ്യവും ബലവും ഉണ്ടായി. ഹിസ്കിയ രാജാവ് പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ അവൻ്റെ രോഗത്തിൽ അവൻ മരിച്ചു പോകുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നും പ്രാർത്ഥനയ്ക്ക് മനസ്സലിഞ്ഞ് ഉത്തരം നൽകുന്നവനുമാണെന്ന് കൃത്യമായിട്ട് ഹിസ്കിയാവ് അറിഞ്ഞിരുന്നു. പല കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥനയിൽ കൂടെ നേടിയെടുത്തിട്ടുള്ളവനാണ്. അവനത് അറിയാമായിരുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് സൗഖ്യത്തെ പ്രാപിക്കണം. വല്ലവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകട്ടെന്നല്ല, പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ യേശുവിൻ്റെ അടുക്കൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് വരാം. പഴയ നിയമ കാലത്ത് ഭയന്നാണ് ആ കൃപാസനത്തിൻ്റെ അടുക്കൽ മഹാപുരോഹിതൻ പോലും പോയിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി ആ ഭയപ്പാട് മാറ്റി അതിധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ അവൻ നമുക്ക് അധികാരം തന്നിരിക്കുക. എപ്പോൾ വേണമെങ്കിലും വരാം. അവൻ്റെ കൃപാസനത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. രാത്രിയിലോ പകലിലോ ഏത് നേരത്തായിരുന്നാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവം ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. സങ്കീർത്തനം 121-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചു നോക്ക്. അവൻ നിന്നെ നോക്കി ഇന്ന് പോയി നാളെ വാ എന്ന് ഒരിക്കലും പറയുകയില്ല. നീ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ഓ ഇന്ന് നീ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യ്, നാളെ വന്നാട്ടെ, ഇന്ന് ഞാൻ ബുക്കിങ്ങാണ്, ഇന്ന് ഞാൻ എനിക്ക് വേറെ പല പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് ഇന്ന് എനിക്ക് സമയമില്ല, നാളെ വാ എന്ന് കർത്താവ് പറയുകയില്ല. മോശയുടെ സഹോദരിയായ മിറിയാം കുഷ്ഠരോഗത്താൽ കഷ്ടപ്പെട്ടപ്പോൾ മോശ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോശ കർത്താവിനെ നോക്കി, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന്
നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യഹോവ മനസ്സലിഞ്ഞ് അവളെ സൗഖ്യപ്പെടുത്തി. ദൈവം മനസ്സലിവുള്ള ദൈവം. അബീമേലെക്ക് രാജാവ് പാപം ചെയ്തു. ദൈവം അവൻ്റെ വീട്ടിലുള്ള എല്ലാ ഗർഭങ്ങളും അടച്ചു. അവിടെയുള്ള മനുഷ്യരുടെ ഗർഭങ്ങൾ അടഞ്ഞു, കന്നുകാലികളുടെ ഗർഭങ്ങൾ അടഞ്ഞു. അവിടെയുള്ള എല്ലാറ്റിൻ്റെയും, അവൻ്റെ അണ്ടറിലുള്ള എല്ലാറ്റിൻ്റെയും ഗർഭങ്ങളെയും ദൈവം അടച്ചു. അബീമേലെക്ക് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മനസ്സുരുകി ദൈവത്തോട് അപേക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം. അബ്രഹാമും ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസീദാസന്മാരെയും സൗഖ്യമാക്കി അവർ പ്രസവിക്കാൻ തുടങ്ങി. വേദപുസ്തകം നമ്മൾ വായിക്കുന്നു, ദാവീദ് രാജാവ് രോഗം പിടിച്ച് മരണക്കിടക്കയിലായി. എന്നാൽ അവൻ പ്രാർത്ഥിക്കുവാൻ മറക്കുകയോ അലക്ഷ്യമായിരിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ എപ്രകാരം പ്രാർത്ഥിച്ചു എന്നു 6-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? 6-ാം സങ്കീർത്തനത്തിൽ അവൻ പറയുകയാണ്, യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിച്ചു, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം? യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. അവിടെ പറയുകയാണ്, നിന്റെ കാരുണ്യം എന്നോട് കരുണയുണ്ടാകണമേ. നീ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുകയാണ്, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുകയാണ്, എന്നെ സൗഖ്യമാക്കണം. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം? തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണം, നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണം എന്നവൻ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ പ്രാർത്ഥന കേട്ടു, രോഗത്തെ സൗഖ്യമാക്കി. ദാവീദിന് അവൻ ദീർഘായുസ് കൊടുത്തു. ദൈവത്തിൻ്റെ പൈതലെ, നീ പ്രാർത്ഥിക്കുക, കർത്താവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. നീ മനസ്സ് തുറന്ന് പറഞ്ഞാൽ മതി. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളെ എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ വെള്ളം പോലെ തുറന്നു വിട്ടുകൊടുക്കണം. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തോടും കണ്ണീരോടും കൂടെ നീ ദൈവത്തോട് അപേക്ഷിക്കുക. നിന്റെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥന കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. യേശു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മത്തായി 7-8 വാക്യങ്ങളിൽ, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ യോഹന്നാൻ 14:14, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. 15:7, നിങ്ങൾ എന്നിലും വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ അവനെ നോക്കി പ്രാർത്ഥിക്കുന്നതും അവനെ നോക്കി നിലവിളിക്കുന്നതുമാണ് ദൈവം നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, വേറെ ഒന്നും കൊടുക്കുവാൻ പറയുന്നില്ല. നീ എൻ്റെ മകൻ, എൻ്റെ മകൾ എപ്പോൾ എന്നെ നോക്കി നിലവിളിക്കും. ദൈവം പറയുന്നു, യെരമ്യാ 33:3 പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം തരും. നീ അറിയാത്ത മഹത്തായതും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നീ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. എല്ലാ സീക്രട്ടും ഞാൻ നിനക്ക് തുറന്നു തരും. ദൈവത്തിൻ്റെ പൈതലെ, നീ മുൻപേ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചിരുന്നെങ്കിൽ ഇതുവരെ എത്രയോ നന്മകൾ നീ അനുഭവിക്കുമായിരുന്നു. നിന്നെ തന്നെ നീ ചിന്തിച്ചു നോക്കുക. നിന്റെ കുടുംബം, കഷ്ടങ്ങൾ, നിന്റെ വ്യാകുലങ്ങൾ, നിന്റെ വ്യാധികൾ എല്ലാം നീ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തതിനാൽ അത് തുറന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ ഇന്നു മുതൽ നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ കണ്ണുകൾ നീതിമാന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവൻ്റെ ചെവികൾ അവനെ തുറന്ന് അവനെ വിളിച്ചപേക്ഷിക്കുന്നവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവേദലെ, നിന്നെ നീതിമാനാക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ വിഷയം, നീ വിശ്വസിക്കണം. വിശ്വാസത്തിന് ശക്തിയും ബലവുമുണ്ട്. വിശ്വാസം വിജയത്തെ കൊണ്ടുവരുന്നു. വിശ്വാസം സ്വർഗസ്ഥ പിതാവിനെ മനസ്സലിയിപ്പിക്കുന്നതാണ്. ഏതൊരു മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവന് വിശ്വാസം ഒരിക്കലും അവൻ്റെ വിശ്വാസം നിഷ്ഫലമാവുകയില്ല.
ഭയം, അധൈര്യം, അവിശ്വാസം എന്നിവ രോഗത്തെയും നാശത്തെയും കൊണ്ടുവരുന്നതാണ്. ഇവ ശത്രുവിൻ്റെ ശക്തിയായിരുന്നെന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ, ആരോഗ്യത്തെയും അത് നശിപ്പിച്ച് രോഗശൈലാക്കുന്നതാണ്. എന്നാൽ വിശ്വാസമോ ഈ ശത്രുവിൻ്റെ ശക്തികളെ എല്ലാം അതിജീവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. കർത്താവ് അത്ഭുതമായി സുഖപ്പെടുത്തിയ പല സംഭവങ്ങളെയും ആളുകളെയും വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാം യേശുക്രിസ്തുവിൽ അളവില്ലാത്ത വിശ്വാസം പുലർത്തിയിരുന്നതായി കാണാം. 12 വർഷം 12 സംവത്സരം രക്തസ്രാവമുള്ളവളും ആരാലും സൗഖ്യമാക്കുവാൻ സാധിക്കാതെയും ഇരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഉടനെ രക്തസ്രാവം നിന്നുപോയി. അവൾ സൗഖ്യമായി. യേശു തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? അപ്പോൾ യേശു തിരിഞ്ഞു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാൻ യേശു പറഞ്ഞു. അതെ, അവളുടെ വിശ്വാസം അവളെ സുഖപ്പെടുത്തി. 2 കുരുടന്മാർ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടർന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് അവൻ പറഞ്ഞതാണ്, ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവരുടെ കണ്ണു തുറന്നു. നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ, നിങ്ങൾക്ക് ഭവിക്കട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വചനങ്ങളെല്ലാം വിശ്വാസത്തെ തട്ടി ഉണർത്തുന്ന വചനങ്ങളാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നു. അതേസമയത്ത് വേദപുസ്തകം യേശുക്രിസ്തുവിനെ സൗഖ്യപ്രദായകനെന്ന് പരിചയപ്പെടുത്തി തരികയാണ്. അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. വേദപുസ്തകത്തിൽ സുഖം പ്രാപിച്ച അനേക സാക്ഷികൾ അവൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുകയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ നില എന്താണ്? അവൻ വ്യാധിയെയും വേദനയും പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അവൻ്റെ വിശ്വാസമെല്ലാം രോഗത്തിൽ നിന്ന് അവനിലുള്ള വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസമെല്ലാം നഷ്ടമാവുകയില്ലേ? അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ ക്രിസ്തുവിൽ വിശ്വാസം വെച്ചാൽ അത്ഭുത രോഗസൗഖ്യം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അവനെ വിശ്വസിച്ചവരെല്ലാം അത്ഭുത സൗഖ്യം പ്രാപിച്ചു എന്നതിൽ ഓർത്ത് നീ വിശ്വസിച്ച് ഇന്ന് ഈ പകൽക്കാലം സുഖം പ്രാപിക്കുക. യേശുവിന്മേലുള്ള നിന്റെ വിശ്വാസം സ്ഥിരമായിരിക്കട്ടെ. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ മനസ്സലിവ് കാട്ടുന്നവനാണ്. അവൻ നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നു ഇന്ന് കേട്ടുകൊണ്ടിരുന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് കേൾപ്പിച്ച വചനം ഞങ്ങൾ 3 കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. ഞങ്ങൾ കർത്താവെ അറിയണം, പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. ഞങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നവനാണെന്നും ഞങ്ങളെ വിടുവിക്കുന്നവനെന്നും ഏത് പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ളവനാണെന്നും ഞങ്ങൾ അറിയുകയും ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തോടുകൂടെ അത് ഏറ്റെടുക്കേണ്ടവരുമാണ്. ഞങ്ങളുടെ കർത്താവെ, ആ വലിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ കർത്താവ്. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ കർത്താവെ. വിശ്വാസത്തിൽ കുറവുള്ളവരായി ആരെങ്കിലും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയം കർത്താവെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അല്പവിശ്വാസികളെ എന്ന് അവരെ വിളിക്കുവാൻ നീ അവസരം കൊടുക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുവാൻ ഇടയാക്കിയാട്ടും. കർത്താവെ, രോഗത്തില്, ദുഃഖത്തില്, പ്രശ്നത്തില്, പ്രയാസത്തില്, വിവിധ കഷ്ടതയില്, സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെയും കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ കരം നീട്ടി നീ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കും. കരങ്ങളെല്ലാം താഴ്ത്തുകയാ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചാട്ട്, വിടുതലിന്റെ കരം നീട്ടിയാട്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.